ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും നല്ലൊരു അടിപൊളി ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ക്രിസ്പി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതുമാണ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി എടുക്കുന്നത്. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം ഇതിലോട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാനായിട്ട് പാൻ നന്നായിട്ട് ചൂടായ ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. പിന്നെ അതിലോട്ട് എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക്, ഞാനിപ്പോൾ ഒരു പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്, ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട്. പിന്നെ കൂടെ തന്നെ വലിയൊരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക, എന്നിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് വഴറ്റിയെടുക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ സവാള നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള വഴറ്റുന്നത് ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സവാള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കാം. സവാള ഒന്ന് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായി വന്നതിന് ശേഷം പിന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ എടുത്ത് ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും മസാലപ്പൊടികളാണ് ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ടേസ്റ്റിൽ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. എന്നിട്ട് ഈ പൊടികളുടെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് ഒന്ന് പിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി ചിക്കനിലോട്ട് ആ മസാലയൊക്കെ പിടിച്ച ശേഷം പിന്നെ നമുക്ക് ഇതിലോട്ട് ഉപ്പിട്ട് വേവിച്ച് ഉടച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് വേവിച്ച് നന്നായിട്ട് ഉടച്ചിട്ട് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനും ഉരുളക്കിഴങ്ങും മസാലയൊക്കെ ഫുള്ളായിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് എല്ലായിടത്തും മസാലയൊക്കെ പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഒരു മാവ് കുഴച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു ബൗളിലോട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറുത്ത എള്ളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, ഓപ്ഷനിലാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവായിട്ട് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1 കപ്പിനടുത്ത് വെള്ളം ചേർത്തിട്ടാണ് ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുകയും കൂടി ചെയ്യാം. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. അധികം നൈസ് ആവരുത്, എന്നാൽ ഒത്തിരി തിന്നാവാതെ പരത്തിയെടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഇതിൻ്റെ മേലെ മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല കട്ടിക്ക് സ്പ്രെഡ് ചെയ്യരുത്, ജസ്റ്റ് ഒരു നൈസായിട്ട് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്കിത് ഏതെങ്കിലും ഒരു വശത്തുനിന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കൈ വെച്ച് ഇത് മുഴുവനായിട്ട് നമുക്കിങ്ങനെ റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്ക് ഇതിൻ്റെ 2 അറ്റം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഇഷ്ടമുള്ള വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഓരോരോ പീസായിട്ട് ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു രീതിക്കാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനിത് മുഴുവനായിട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും കുഴച്ചെടുത്ത് ഇതുപോലെ മസാല വെച്ച് റോൾ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ ഞാനിത് മുഴുവനായിട്ടും പരത്തി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു മൈദയുടെ ഒരു മിക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് മൈദയും ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ആക്കി എടുത്തതാണ്. അതിൽ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിൻ്റെ 2 അറ്റം മസാല കാണുന്ന ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് നല്ല ചൂടായ ഓയിലിലോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
അങ്ങനെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കളർ മാറി ഒന്ന് കുക്കായി വരുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇത്. ഇത് നമുക്ക് ഇഫ്താറിന് റെഡിയാക്കി എടുക്കാം, അല്ലാതെ വൈകുന്നേരങ്ങളിൽ സ്നാക്കായിട്ടൊക്കെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇഫ്താറിനെ പറ്റിയ ഒരുപാട് സ്നാക്സിൻ്റെ റെസിപ്പീസ് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കുക.